ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തിയ വിജയ് ദേവരകൊണ്ട സിനിമയാണല്ലോ കിങ്ഡം. സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിയ ആദ്യ ദിവസം തന്നെ ഒരു ക്ലീൻ പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്തില്ലായിരുന്നല്ലോ. എന്നാൽ വൻ മോശം എന്നൊരു അഭിപ്രായവും സിനിമ നേടിയെടുത്തില്ലായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ സിനിമയുടെ കളക്ഷനും അതോടൊപ്പം തന്നെ വിജയിക്കാനുള്ള സാധ്യതകളെല്ലാം തന്നെ നോക്കുമ്പോൾ 2018 ശേഷം ഒരു വിജയത്തിനായിട്ട് കാത്തിരിക്കുന്ന വിജയ് ദേവരകൊണ്ട കാത്തിരിപ്പ് ഇനിയും തുടരും എന്നൊരു സാധ്യതയാണ് നാം കാണുന്നത്. സിനിമയ്ക്ക് തിയേറ്ററുകളിൽ വിജയിക്കാനായിട്ട് വേണ്ടത് 90-100 കോടി റേഞ്ചിൽ ഗ്രോസ് കളക്ഷൻ ആണ്. സിനിമയുടെ ബഡ്ജറ്റ് 130 കോടിയാണെങ്കിലും തെലുഗു സിനിമകൾക്ക് നിങ്ങൾക്ക് അറിവുള്ളതുപോലെ തന്നെ ഷെയർ ബ്രേക്ക് ഈവൻ എല്ലാം തന്നെ നോക്കിയാണ് സിനിമകളുടെ വിജയം തീരുമാനിക്കാറുള്ളത്. കിങ്ഡം എന്ന സിനിമ നിലവിൽ 72 കോടി വേൾഡ് വൈഡ് ഗ്രോസിലേക്കാണ് എത്തപ്പെട്ടിരിക്കുന്നത്. ആദ്യ വീക്കെൻഡ് കളക്ഷൻ പിന്നിട്ടതിന് ശേഷം സിനിമയ്ക്ക് നല്ല രീതിയിൽ കളക്ഷൻ ഇടിവ് സംഭവിച്ചിരിക്കുന്നു എന്നാണ് റിപ്പോർട്ട്. കേരളത്തിലെ സിനിമയുടെ ആകെ ഗ്രോസ് 1,88 ലക്ഷത്തിലേക്കും എത്തപ്പെട്ടിരിക്കുകയാണ്. വരുന്ന വീക്കെൻഡ് വരെയുള്ള കളക്ഷനാണ് സിനിമയ്ക്ക് ഏറെ നിർണായകമായി മാറുക. കാത്തിരിക്കും സിനിമ ബ്രേക്ക് ഇവനിലേക്ക് എത്തുമോ ഇല്ലയോ എന്ന് അടുത്ത ദിവസങ്ങളിൽ അറിയുവാനായിട്ട്. അടുത്ത ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തുന്ന ഇന്ത്യയിലെ തന്നെ വലിയ സിനിമയാണല്ലോ വൻ താരനിര ഭാഗമാകുന്ന രജനീകാന്ത് നായകനായി എത്തുന്ന കൂലി. സിനിമയുടെ ഏറ്റവും പുതിയ ഓവർസീസ് പ്രൈസിൽ കളക്ഷൻ അപ്ഡേറ്റ് ആക്കപ്പെട്ടിരിക്കുന്നു. അത് പ്രകാരം $2 മില്യൺ മുകളിലേക്ക് സിനിമയുടെ ഓവർസീസ് പ്രീസെൽ കളക്ഷൻ എത്തപ്പെട്ടിരിക്കുകയാണ്. അതായത് 17 കോടി പിന്നിട്ടിരിക്കുകയാണ് സിനിമയുടെ വിദേശ രാജ്യത്തെ മാത്രം പ്രീസെൽ കളക്ഷൻ. ഈ വെള്ളിയാഴ്ചയാണ് സിനിമയുടെ കേരള ബുക്കിംഗ് ആരംഭിക്കുന്നത്. മറ്റന്നാൾ തന്നെയായിരിക്കും ഇന്ത്യയിലെ വിവിധ നഗരങ്ങളിൽ സിനിമയുടെ ഓൺലൈൻ ബുക്കിംഗ് എല്ലാം തന്നെ ആരംഭിക്കുക. കാത്തിരിക്കൂ കൂലിയുടെ ആവേശകരമായ പ്രീസെൽ കണക്കുകൾ അറിയുവാനായിട്ട്.